ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. വികാരങ്ങളെ മനസ്സിലാക്കാതെ മാനിപ്പുലേറ്റീവ് ഗെയിം കളിച്ചിട്ട് അതിനെ നേരെ പൊട്ടിത്തെറിച്ചപ്പോ ഋഷിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഇപ്പൊ ഇവരെ വരുത്തി തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ റോക്കിനെയും ജാൻമണിനെയും എല്ലാം കരിവാരി തേക്കുന്നു, അതിനൊപ്പം ഋഷിനെയും കുറെയൊക്കെ കരിവാരി തേക്കുന്നു. അവരുടെയും പിന്നെ സിജോയുടെയും ഒക്കെ സൗഹൃദമാണ് പ്രശ്നം എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. ഈ ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും ന്യായം ഋഷിയുടെ ഭാഗത്ത് തന്നെയാണ്. ഋഷി തെറി വിളിച്ചതിനെ ഒന്നും എൻഡോസ് ചെയ്യുകയൊന്നുമല്ല, പക്ഷെ ഒരാളുടെ ഇമോഷൻസ് ഏത് എക്സ്റ്റെന്റ് വരെ പോകാം എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഗെയിമൊക്കെ, അതിന് വേണം പ്രയോറിറ്റി കൊടുക്കാൻ. അത് മനസ്സിലാക്കാതെ കളിച്ചാൽ ജാസ്മിൻ ഇപ്പൊ ഇരുന്ന് കരയുന്നത് പോലെ കരയേണ്ടി വരും. കാരണം അതാണ് ഈ ഒരു ഗെയിമിന്റെ പ്രത്യേകത. ഇനി ഗബ്രിയുടെ കാര്യം എടുത്താൽ ഗബ്രി എത്രമാത്രം മാനിപ്പുലേറ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ പോലും ഗബ്രി ചെയ്യാൻ ശ്രമിക്കുന്നത് സ്വയം വെളുപ്പിക്കുക, ഗേൾഫ്രണ്ടിനെ വെളുപ്പിക്കുക, എന്നിട്ട് ഋഷിയെ കരിവാരി തേക്കുക. ഇപ്പൊ ഇരുന്ന് പറയുകയാണ് ക്ലോത്ത്സ് വരാറാവുമ്പോ ഋഷി ഇരുന്ന് കരയും, അവൻ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് കരയും. ഗബ്രിയുടെ മാനിപ്പുലേഷൻ ജാസ്മിന്റെ അടുത്ത് നടക്കും. 24 മണിക്കൂറും ലൈവ് കാണുന്ന നമ്മളെ പോലത്തെ ബിഗ് ബോസ് അഡിക്റ്റുകളെ ഗബ്രിക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇന്നാണേലും ഈ ഒരു പ്രശ്നത്തിന് കാരണം ഗബ്രിയുടെ ഈ ഒരു മാനിപ്പുലേറ്റീവ് ഗെയിം തന്നെയാണ്. ഋഷി അത് ഒട്ടും പുള്ളിയിൽ നിന്നും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. അത് തന്നെയാണ് ഈ കൺഫെഷൻ റൂമിൽ ഇരുന്നും ഋഷി ബിഗ് ബോസിനോട് പറഞ്ഞത്. അതിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം ജാസ്മിനും ഗബ്രിയും രണ്ടുപേരുടെ അപ്രോച്ചുകളിലുള്ള ഒരു വ്യത്യാസമാണ്. ജാസ്മിൻ ഗെയിമിന് വേണ്ടി എന്തും ചെയ്യും എന്നുള്ള അവിടെയുള്ള എല്ലാവർക്കും അറിയാം, ഋഷിക്കും അറിയാം. ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഗെയിം കഴിഞ്ഞേ ഉള്ളൂ എന്നറിയാം. പക്ഷെ ഗബ്രി ഗെയിമില് പണി കൊടുക്കുന്നത് കൂടെ നടക്കുന്നവർക്കാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് തന്നെയാണ് ഋഷിനെയും അലോസരപ്പെടുത്തിയത്, ഇത്രയും വയലന്റ് ആക്കിയത്. ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് ഗബ്രിക്ക് ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നു എന്നത് തന്നെ വളരെ അത്ഭുതകരമായ ഒരു സംഭവമാണ്. ചില്ലോ തൊലിക്കട്ടിയും മനുഷ്യത്വം ഒന്നും പോരാ ഇത് ചെയ്യാൻ, സമ്മതിച്ചേ പറ്റത്തുള്ളൂ. അതും പോട്ടെ എന്ന് വെക്കാം. പക്ഷെ ഒരാളെ മാനസികമായി തകർത്തിട്ട് നിമിഷ നേരം കൊണ്ട് ഓന്ത് മാറുന്ന പോലെ ഇങ്ങനെ നിറം മാറാൻ പറ്റുന്നത് എങ്ങനെയാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ജാസ്മിനെയും ഗബ്രീനെയും കണ്ടു തന്നെ പഠിക്കേണ്ടി വരും, തീപ്പെട്ടിനെയും പെട്രോളിനെയും സിജോ പറഞ്ഞതുപോലെ.